അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ആ അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ തന്നെ നൽകുന്ന ഒരു 3 നിഅമത്തുകൾ മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. അല്ലാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ച് ജീവിക്കുന്നവർക്ക് അല്ലാഹു ദുനിയാവിൽ തന്നെ പല രീതിയിലുള്ള ഫലങ്ങൾ നൽകുമല്ലോ. ആഖിറത്തിൽ മാത്രമല്ല, ദുനിയാവിലും അവർക്ക് ധാരാളം മഹത്വങ്ങൾ ശ്രേഷ്ഠതകളൊക്കെയും അല്ലാഹു നൽകും. ആ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ അവനിക്ക് കിട്ടുന്ന 3 അനുഗ്രഹങ്ങൾ മഹാന്മാർ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമതായി പഠിപ്പിക്കപ്പെടുന്നത് ഫിഖ്ഹും ഫിദ്ദീൻ. അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്ന ഒന്നാമത്തെ നിഅമത്താണ് ദീനിൽ നല്ല വിവരമുള്ളവനാക്കും എന്നുള്ളതാണ്. അതായത് വിവരം ഉള്ളവനെ അല്ലാഹുവിലേക്ക് എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ. അല്ലാഹുവിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ, മുത്തുനബിയെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ, അതേ അല്ലാഹുവിന് വേണ്ടതുപോലെ ഇബാദത്ത് ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള നല്ല വിവരം വേണം. അപ്പോൾ അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി അല്ലാഹു അവനിക്ക് നൽകുന്ന ഒന്നാമത്തെ നിയമത്താണ് ദീനിൽ നല്ല വിവരം അവനിക്ക് നൽകും. രണ്ടാമതായി മഹാന്മാർ പറയുന്നു സുഹാദത്തുൻ ഫിദ്ദുന്യ. ദുനിയാവിൻ്റെ കാര്യത്തിൽ അവർ സാഹിദീങ്ങളായിരിക്കും. ദുനിയാവിൻ്റെ കാര്യത്തിൽ അവർ മുഖം തിരിച്ചവരായിരിക്കും. ദുനിയാവിൽ വലിയ ആഗ്രഹം ഉള്ളവരല്ല. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു നൽകുന്ന വലിയ നിഅമത്താണത്. അതേ, ദുനിയാവിനെ അധികമായി അവർ പ്രേമിക്കില്ല. ദുനിയാവിൻ്റെ പിന്നാലെ അവർ ഓടില്ല. അവരുടെ സമയങ്ങളെല്ലാം ദുനിയാവിന് വേണ്ടി മാത്രം അവർ ചെലവഴിയില്ല. അതേ, ദുനിയാവിൽ ജീവിക്കുമ്പോൾ ചിലതൊക്കെ ദുനിയാവിനെ അനുഭവിക്കേണ്ടി വരും, ഉപയോഗിക്കേണ്ടി വരും. ദുനിയാവിൻ്റെ പിന്നാലെ ചില സമയങ്ങളൊക്കെ പോവേണ്ടി വരും. പക്ഷേ ആ പോകുന്നത് കൊണ്ടൊന്നും അവരെ ഇബാദത്ത് നഷ്ടപ്പെടുന്നില്ല, അവരെ ഖുർആനോത്ത് നഷ്ടപ്പെടുന്നില്ല. അല്ലാഹുവിനെ പൊരുത്തപ്പെടിക്കുന്ന അമലു സ്വാലിഹ ഒന്നും നഷ്ടപ്പെടുന്നില്ല. ആ രീതിയിലാണ് അവരുടെ ജീവിതം. അതേ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്നത് ദുനിയാവിനോട് വലിയ താല്പര്യമൊന്നും കൊടുക്കില്ല എന്ന് മഹാന്മാർ ഓർമ്മപ്പെടുത്തുന്നു. മൂന്നാമതായി മഹാന്മാർ പറയുന്നു വബസറും ബിഉയൂബിഹി. വളരെ ചിന്തനീയമായ ഒരു വാക്കാണ്. നല്ല മനുഷ്യന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന വലിയൊരു നിഅമത്താണ് അവൻ്റെ തെറ്റുകൾ അവനിക്ക് അല്ലാഹു മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. പലപ്പോഴും ഇന്ന് നമുക്കില്ലാത്ത ഒരു വിഷയം അത് തന്നെയാണ്. നമുക്ക് നമ്മുടെ തെറ്റുകൾ മനസ്സിലാകുന്നില്ല, നമ്മുടെ കുറവുകൾ നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ മറ്റൊരുത്തൻ്റെ തെറ്റുമായി, മറ്റൊരുത്തരിൽ എന്ത് തെറ്റുണ്ട്, മറ്റൊരുത്തരിൽ എന്ത് കുറവുണ്ട് അന്വേഷണത്തിലാണ്. പക്ഷേ നമ്മുടെ കുറവാണ്, ഞാൻ വേണ്ടത്ര നന്നായിട്ടില്ല എന്ന ചിന്തൊന്നും നമ്മളിലേക്ക് വരുന്നില്ല. അതേ സമയത്ത് അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാന്മാർ അവരുടെ സ്വഭാവമാണ് മറ്റുള്ളവർ തൻ്റെ ചിന്തയല്ല, എൻ്റെ നിസ്കാരത്തിനെ കുറിച്ച്, എൻ്റെ ഖുർആനോത്തിനെ കുറിച്ച്, എൻ്റെ കൽബിനെ കുറിച്ച്, എൻ്റെ ജീവിതത്തിനെ കുറിച്ച്, അങ്ങനെ എന്നിൽ എന്തുണ്ടോ കുറവ് എന്നിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് കുറേ തെറ്റുകൾ അവർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ തെറ്റുകൾ മനസ്സിലാകുമ്പോൾ അവർ വാശിയോട് നിൽക്കില്ല, അതൊക്കെയും അവർ തിരുത്തുകയാണ്. അങ്ങനെ ദിനേന അവർക്കുള്ള തെറ്റുകളെ തിരുത്തി അവരൊരു നല്ല മനുഷ്യന്മാരാവുകയാണ്. ഇതാണ് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന വലിയ നിഅമത്ത്. അങ്ങനെ 3 കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട ഒരു അടിമക്ക് നൽകുന്ന നല്ല ചിന്തകൾ, നല്ല നിഅമത്തുകൾ. വളരെ ഗൗരവത്തോടു കൂടെ കേൾക്കണം, മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതായത് ദീനിൽ നല്ല വിവരമുള്ളവനാവുക. അതേ, ദുനിയാവിനെ കുറിച്ച് വലിയ ആഗ്രഹം ഇല്ലാത്തവനാവുക. അതേ, സ്വന്തം ഐബുകൾ, സ്വന്തം ന്യൂനതകൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക. ഇതാണ് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു നൽകുന്ന മഹത്തരമേറിയ 3 നിഅമത്തുകൾ.
അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 3 നിഅമത്തുകളും നമുക്കും നൽകി അല്ലാഹു നമ്മെ നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.